ഇതേ ഒരു സംഭവം കാണാവേ. നമ്മുടെ ഈഞ്ചയ്ക്കൽ, തിരുവനന്തപുരം ഈഞ്ചയ്ക്കൽ നിന്ന് മുട്ടത്തറയിലോട്ട് പോകുന്ന ബൈപ്പാസാണ്. ഇപ്പോൾ ഇവിടെ നല്ല ടാറിങ് എല്ലാം രണ്ടാമത് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, റോഡിൻ്റെ ഏകദേശം നടുവിലായിട്ടാണ് ഈ മെറ്റൽ കൊണ്ട് ഇറക്കിയേക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒതുക്കി ഇത് ഇടാനായിട്ടുള്ള നല്ല സ്പേസ് ഉണ്ടെങ്കിൽ പോലും അത് കൊണ്ടിട്ടേക്കുന്നത് തന്നെ മാക്സിമം റോഡിലോട്ട് കയറ്റിയാണ്. അത് ഏകദേശം 2 കിലോമീറ്റർ അടുപ്പിച്ച് ഇതുപോലെ മെറ്റൽ കൊണ്ട് ഇറക്കിയിട്ടിട്ടുണ്ട്. ഒത്തിരി വണ്ടികളെല്ലാം ഇതിൻ്റെ പുറത്തുകൂടെ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ മനസ്സിലാവും, ഫുള്ള് ഇരുട്ടാണ്, നല്ല ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. മെറ്റലിൻ്റെ കളറും കറുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് ഇടത് സൈഡിൽ ചേർന്ന് വരുന്ന വാഹനം, ഇടത് സൈഡിൽ പിന്നെ ട്രാക്കിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ബൈക്ക്, 2 വീലറൊക്കെ ആണെങ്കിൽ ഇതിലോട്ട് കയറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വന്ന് വീഴാനും സാധ്യതയുണ്ട്. കാറിൻ്റെയൊക്കെ ടയറുകൾ കയറി ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റലെല്ലാം റോഡിലേക്ക് തെറിച്ച് കിടക്കുകയാണ്. ഒത്തിരി മെറ്റലെല്ലാം സൈഡിലോട്ട് റോഡിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്തായാലും പിന്നെ ഇന്ന് ആണ് എൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടത്, ഞാൻ പാസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ എന്തോ ഭാഗ്യത്തിനാണ്, ഞാൻ ഇടത് സൈഡ് ചേർന്നിട്ടാണ് വാഹനം ഓടിക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് പെട്ടെന്ന് കണ്ടു, വേറെ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അടിച്ചതുകൊണ്ട് മാത്രമാണ് അതെനിക്ക് പെട്ടെന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ കണ്ടതുകൊണ്ടാണ് ഞാനൊന്ന് സൂക്ഷിച്ച് മാക്സിമം റോഡിൻ്റെ നടുവിലേക്ക് കയറി സഞ്ചരിച്ചത്. ഇപ്പോൾ പിന്നെ ഡിവൈഡർ 1 വേയിലെ സൈഡിൽ മാർക്ക് ചെയ്ത് ഇടുന്ന ഒരു പിന്നെ രീതിയിലാണെങ്കിൽ കൃത്യമായിട്ട് ഈ മെറ്റൽ ആ പകുതി തന്നെ കൃത്യമായിട്ട് റോഡിൻ്റെ നടുവിൽ തന്നെ വരുന്ന അവസ്ഥയിലാണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത്. അതുമാത്രമല്ല, 1-2 വാഹനങ്ങളൊക്കെ തൊട്ട് മുമ്പ് ഇവിടെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുമുണ്ട്. അതിൻ്റെ ഇതായിട്ടുള്ള മാർക്കൊക്കെയാണ് ഇപ്പോൾ കാണാം നമുക്ക്. ഇതെല്ലാം വാഹനങ്ങൾ തെന്നി വീണ അടയാളങ്ങളാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഒരു മരണവും സംഭവിക്കാമെന്ന് ആണ്, മരണവും ആക്സിഡൻറ്റൊക്കെ. എന്തായാലും ദേശീയപാത അതോറിറ്റി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ആരും ഇതിനകത്ത് റിയാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ കാണുന്നവരിതൊന്ന് എല്ലാവരും പ്രതികരിച്ച് തുടങ്ങുക, എന്നാൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ.